ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 2025 ഒക്ടോബർ 7 തീയതി നടന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ മെയിൻസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 125/2025. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സാഡ്, ഓപ്ഷൻ ബി സാഡ്ലി, ഓപ്ഷൻ സി സാഡ്നെസ്, ഓപ്ഷൻ ഡി സാഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സാഡ് ആണ്. ഇനി ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ്. എന്താണ്? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ഇവിടെ തന്നിരിക്കുന്ന ആൻസർ സാഡ് ആണ്. സാഡ് ഈസ് ആൻ adjective. It describes a feeling or state of being. Example, a sad face. Okay. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഇവിടെ നോക്കാം. ഓപ്ഷൻ ബി സാഡ്ലി. ഇതൊരു ആഡ്വേർബ് ആണ്. എന്താണ് ഒരു ആഡ്വേർബ്? ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് ആഡ്വേർബ്. അപ്പോൾ സാഡ്ലി ഈസ് ആൻ ആഡ്വേർബ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ആൻ ആക്ഷൻ ഈസ് പെർഫോംഡ്. എക്സാമ്പിൾ, ഹി സ്പോക്ക് സാഡ്ലി. ഇനി ഈ അഡ്ജക്റ്റീവിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്? അതിൻ്റെ എൻഡിൽ LY കാണും. മിക്കവാറും ആഡ്വേർബുകളെല്ലാം തന്നെ LYയിലായിരിക്കും അവസാനിക്കുക. ഇനി അടുത്ത ഓപ്ഷൻ സാഡ്നെസ്. സാഡ്നെസ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. സാഡ്നെസ് ഈസ് എ നൗൺ. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി. എക്സാമ്പിൾ, സാഡ്നെസ് ഫിൽഡ് ദ റൂം. അടുത്തത് ഓപ്ഷൻ ഡി സാഡൻ. സാഡൻ എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്. സാഡൻ ഈസ് എ വെർബ്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ വേർഡ് മീനിങ് ടു മേക്ക് സമ്മൺ ഫീൽ സാഡ്. സാഡൻ എന്ന് പറയുന്ന വേർബിൻ്റെ മീനിങ് ആണ് ടു മേക്ക് സമ്മൺ ഫീൽ സാഡ്. എക്സാമ്പിൾ, ദ ന്യൂസ് വിൽ സാഡൻ ഹിം. ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ സെന്റൻസ് ഐ നോ ഹിം ഇൻടു പാസീവ് വോയിസ്. ഓപ്ഷൻ എ ഹി വാസ് നോൺ ബൈ മീ. ഓപ്ഷൻ ബി ഹി ഈസ് നോൺ ടു മീ. ഓപ്ഷൻ സി ഹി ഹാസ് ബീൻ നോൺ ടു മീ. ഓപ്ഷൻ ഡി ഹി ഈസ് ബീൻ നോൺ ബൈ മീ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹി ഈസ് നോൺ ടു മീ ആണ്. അപ്പോൾ ഒരു സെന്റൻസിനെ പാസീവിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് V3. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിം ആണ്. അത് പാസീവിൽ വരുമ്പോൾ ഹി ആയിട്ട് മാറും. ഇനി ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ്? ഈസ്. നോ വന്നിരിക്കുന്നതുകൊണ്ട് ഈസ് ആണ് ഓക്സിലറി വെർബ്. അപ്പോൾ പാസീവ് വോയിസ് വരുന്നത് എങ്ങനെയാണ്? ഹി ഈസ് നോൺ ടു മീ. 83ാമത്തെ ക്വസ്റ്റ്യൻ, he climbed dash highest mountain in the region. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ ദ വന്നത്? തന്നിരിക്കുന്നത് ഒരു സൂപ്പർലേറ്റീവ് സെന്റൻസ് ആണ്. ഹൈയസ്റ്റ് മൗണ്ടൻ, ഹൈയസ്റ്റ്, ഗ്രേറ്റസ്റ്റ് അങ്ങനത്തെ വേർഡുകളൊക്കെ വരുന്നത് സൂപ്പർലേറ്റീവ് സെന്റൻസിലാണ്. അപ്പം സൂപ്പർലേറ്റീവ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദ. ഹി ക്ലൈംബ്ഡ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ ഇൻ ദ റീജിയൻ. 84ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് യൂസസ് എ ജെറൻഡ് കറക്റ്റ്ലി? ഓപ്ഷൻ എ ഹി സജസ്റ്റഡ് ടു ഗോ ഫോർ എ വോക്ക്. ഓപ്ഷൻ ബി ഹി സജസ്റ്റഡ് ഗോ ഫോർ എ വോക്ക്. ഓപ്ഷൻ സി he suggested to going for a walk. ഓപ്ഷൻ ഡി he suggested going for a walk. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. he suggested going for a walk. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ജെറൻഡ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നാണ്. ഒരു ജെറൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജെറൻഡ് ഈസ് എ നൗൺ ഫോം ഫ്രം എ വെർബ് ബൈ ആഡിങ് ING. ജെറൻഡ് എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോമാണ്. എക്സാമ്പിൾ, ഗോയിങ്, സ്വിമ്മിങ്,
റീഡിങ് എക്സെട്ര. അപ്പോൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും, ഓപ്ഷൻ സിയിലും ഗോയിങ് ഉണ്ട്, ഓപ്ഷൻ ഡിയിലും ഗോയിങ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വന്നതെന്ന് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന വെർബ് സജസ്റ്റ് ആണ്. സജസ്റ്റിന് ശേഷം ഇൻഫിനിറ്റീവ് അതായത് ടു ചേർത്ത വെർബ് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വന്നത്. ഹി സജസ്റ്റഡ് ഗോയിങ് ഫോർ എ വോക്ക്. സജസ്റ്റ് പോലെയുള്ള ചില വെർബുകൾക്ക് ശേഷം ജെറണ്ട് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് വെർബ്സ് നോക്കാം. അവോയ്ഡ്, ഡിനൈഡ്, ഡിസ്ലൈക്ക്, ലൈക്ക്, എൻജോയ്, ഹെൽപ്പ് എക്സെട്ര. ഇങ്ങനെയുള്ള വെർബുകൾക്ക് ശേഷം നമ്മൾ ജെറണ്ട് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 85ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഹാഡ്ലി ഫിനിഷ്ഡ് ഹിസ് മീൽ. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ഓപ്ഷൻ എ ഹാഡ് ഇൻ ഹി, ഓപ്ഷൻ ബി ഹാഡ് ഹി, ഓപ്ഷൻ സി ഡിഡ് ഹി, ഓപ്ഷൻ ഡി ഡിഡ് ഇൻ ഹി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹാഡ് ഹി ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഹാർഡ്ലി എന്ന വാക്ക് വന്നിരിക്കുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആന്റോണിം ഓഫ് മെലങ്കളി ഈസ്. ഓപ്ഷൻ എ സോറോ, ഓപ്ഷൻ ബി ഗ്ലൂം, ഓപ്ഷൻ സി ജോയ്, ഓപ്ഷൻ ഡി മിസറി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജോയ് ആണ്. മെലങ്കളി എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ജോയ്. 87ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. ദ ഡാഷ് ഓഫ് ജഡ്ജസ് ടുക്ക് എ യുനാനിമസ് ഡിസിഷൻ. ഓപ്ഷൻ എ കമ്മിറ്റി, ഓപ്ഷൻ ബി ജൂറി, ഓപ്ഷൻ സി പാനൽ, ഓപ്ഷൻ ഡി ബെഞ്ച്. ഇവിടെ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ ചേർക്കാനാണ്. ദ ഡാഷ് ഓഫ് ജഡ്ജസ്, ദ ബെഞ്ച് ഓഫ് ജഡ്ജസ്. ജഡ്ജസ് എന്നുള്ളതിൻ്റെ കളക്റ്റീവ് നൗണാണ് ബെഞ്ച്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. റെഫറൻസ് എന്ന വേർഡ് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ. വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി. വൺ വേർഡ് എഴുതാനാണ്. വൺ ഹൂ ഈസ് ന്യൂ ടു എ പ്രൊഫഷൻ ഓർ ആക്ടിവിറ്റി. ഓപ്ഷൻ എ നോവിസ്, ഓപ്ഷൻ ബി അമച്വർ, ഓപ്ഷൻ സി റിക്രൂട്ട്, ഓപ്ഷൻ ഡി ലേണർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ നോവിസ് ആണ്. ഒരു പ്രൊഫഷനിൽ പുതിയതായിട്ട് വരുന്ന ആളിന് പറയുന്ന പേരാണ് നോവിസ്. അതായത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഫ്രഷേഴ്സിന് പറയുന്ന പേരാണ് നോവിസ്. നോവീസിൻ്റെ ആന്റോണിം എന്താണ്? വെറ്ററാൻ. ആൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് വെറ്ററാൻ. ഇനി അമച്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹൂ ഡസ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി. ചില കാര്യങ്ങൾ പണത്തിന് വേണ്ടിയല്ലാതെ അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് അമച്വർ. എ പേഴ്സൺ ഹൂ ഡസ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി. ഇനി അടുത്തത് റിക്രൂട്ട്. മീൻസ് എ പേഴ്സൺ ന്യൂലി എൻലിസ്റ്റഡ് ഇൻ ദ ആംഡ് ഫോഴ്സസ് ഓർ ആൻ ഓർഗനൈസേഷൻ ഓർ എ ന്യൂ മെമ്പർ. ഒരു ആംഡ് ഫോഴ്സിലോ ഒരു ഓർഗനൈസേഷനിലോ ഒക്കെ പുതിയതായിട്ട് ചേർക്കുന്ന ആൾക്കാർക്കാണ് റിക്രൂട്ട് എന്ന് പറയുന്നത്. അടുത്തത് ലേണർ. മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് അക്വയറിംഗ് നോളജ് ഓർ എ സ്കിൽ. ലേണർ മീൻസ് എ പേഴ്സൺ ഹൂ ഈസ് അക്വയറിംഗ് നോളജ് ഓർ എ സ്കിൽ. എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യ പഠിക്കുന്നവരെയൊക്കെയാണ് ലേണർ എന്ന് പറയുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഇഡിയം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻ? ഓപ്ഷൻ എ ടു റിലീസ് എ ക്യാറ്റ്, ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി, ഓപ്ഷൻ സി ടു സേ സംതിങ് സസ്പീഷ്യസ്, ഓപ്ഷൻ ഡി ടു ഡ്രോപ്പ് ദ ബാഗ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട് കെയർലെസ്ലി. ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. 91ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കനകം, ഓപ്ഷൻ ബി കാഞ്ചനം,
ഓപ്ഷൻ സി ഹേമം, ഓപ്ഷൻ ഡി ബന്ധുരം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബന്ധുരമാണ്. ബന്ധുരം എന്ന് പറഞ്ഞാൽ മനോഹരമായ എന്നാണ് അർത്ഥം. ബാക്കി 3 ഓപ്ഷൻസിൻ്റെയും അർത്ഥം വരുന്നത് സ്വർണം എന്നാണ്. കനകം, കാഞ്ചനം, ഹേമം ഇവ 3ൻ്റെയും അർത്ഥം സ്വർണം എന്നാണ്. ബന്ധുരം എന്ന വാക്കിൻ്റെ അർത്ഥം മനോഹരമായ. 92ാമത്തെ ചോദ്യം, ചന്ദ്രഹാസമിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ കോപിക്കുക, ഓപ്ഷൻ ബി അട്ടഹസിക്കുക, ഓപ്ഷൻ സി പരിഹസിക്കുക, ഓപ്ഷൻ ഡി പുച്ഛിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കോപിക്കുക. ചന്ദ്രഹാസമിളക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് കോപിക്കുക. ഇനി 93ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായ പദം, ഹരിശ്ചന്ദ്രൻ. 94ാമത്തെ ചോദ്യം, അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ ക്ലേശം, ഓപ്ഷൻ ബി ഊപ്പാട്, ഓപ്ഷൻ സി താന്തത, ഓപ്ഷൻ ഡി പരവശത. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഓപ്ഷൻ ബി ഊപ്പാട്. 95ാമത്തെ ചോദ്യം, പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ഏകവചനം, ഓപ്ഷൻ ബി ബഹുവചനം, ഓപ്ഷൻ സി പൂജക ബഹുവചനം, ഓപ്ഷൻ ഡി സർവനാമം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി പൂജക ബഹുവചനം. 96ാമത്തെ ചോദ്യം, ഗാഢം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ എ ശിഥിലം, ഓപ്ഷൻ ബി അഗാഢം, ഓപ്ഷൻ സി അവഗാഢം, ഓപ്ഷൻ ഡി സാന്ദ്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ശിഥിലം. ഗാഢം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ശിഥിലം. 97ാമത്തെ ചോദ്യം, ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചിത പ്ലസ് ആകാശം. 98ാമത്തെ ചോദ്യം, ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻ എ സ്വസ്വാവ്, ഓപ്ഷൻ ബി ഭ്രാതാവ്, ഓപ്ഷൻ സി ഹന്താവ്, ഓപ്ഷൻ ഡി സ്നുഷ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്നുഷ. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് സ്നുഷ. ഇനി സ്വസാവ് എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ് അർത്ഥം. സ്വസാവ് സഹോദരി, ഭ്രാതാവ് സഹോദരൻ, ഹന്താവ് ഹനിക്കുന്നവൻ. 99ാമത്തെ ചോദ്യം, ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം. ഓപ്ഷൻ എ മൂഷിക മണം, ഓപ്ഷൻ ബി സംശയാസ്പദം, ഓപ്ഷൻ സി കൈപ്പിടിയിലാക്കുക, ഓപ്ഷൻ ഡി പാത്തും പതുങ്ങിയും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സംശയാസ്പദമാണ്. 100ാമത്തെ ചോദ്യം, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം. ഓപ്ഷൻ എ പുസ്തകജ്ഞാനം പ്രധാനം, ഓപ്ഷൻ ബി പ്രായോഗിക ജ്ഞാനമല്ല തത്വമാണ് പ്രധാനം, ഓപ്ഷൻ സി അനുഭവമല്ല അറിവാണ് പ്രധാനം, ഓപ്ഷൻ ഡി തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.